നമസ്കാരം. അപ്പം നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു തന്തൂരി ചിക്കൻ ചെയ്താലോ? നല്ല വൗ ടേസ്റ്റാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു കുറച്ച് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഗരം മസാലേൻ്റെ പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് എരിവുള്ള നമ്മളുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒക്കെ ഒരു അര ടീസ്പൂണോളം മതി എല്ലാ പൊടികളും. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കട്ടത്തൈര്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം വേണം. അതിലാണ് നമ്മളത് കുഴച്ചെടുക്കണത്. അപ്പോൾ അതും, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടിയിട്ട് ഒഴിക്കണം. അത് ചിക്കൻ നല്ലൊരു സോഫ്റ്റൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. തൈരും നാരങ്ങ നീരും നമ്മൾ ഇങ്ങനെ വെറുതെ തവയിലിട്ട് മറച്ചിട്ടിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല ഇറങ്ങാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങിയിട്ട് ചിക്കനൊക്കെ നല്ല അപ്പോളേ ഉള്ളിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അത് കൈവച്ച് നല്ലോണം ആ മസാല കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു ഇത് ചേർക്കാനുണ്ട്. കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് ഒരു നുള്ള്. അതിന് ശേഷം നമുക്ക് ഈ കോട്ടിംഗ് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കടലപ്പൊടിയോ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് നമ്മൾ ഈ മസാല ചിക്കനിലേക്ക് നല്ലോണം പുരട്ടി ആ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ പുരട്ടിയിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് വെക്കണം കേട്ടോ. അങ്ങനെ പുരട്ടിയിട്ട് അപ്പോഴേ ചിക്കനിലേക്ക് നല്ലോണം പിടിക്കുള്ളൂ. പിന്നെ നമ്മളുടെ ഒരു തവ എടുത്തിട്ട്, ഇങ്ങനത്തെ തവയുണ്ട്, ഇങ്ങനത്തെ തവയിൽ അല്ലെങ്കിൽ സാധാരണ ഒരു തവയിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ അത് തിരിച്ചും മറിച്ചിട്ട് നല്ല മൊരിച്ച് നമ്മളുടെ തന്തൂരി ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനതിനൊരു ഡിപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് മയോണൈസും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് സോസും കൂടി വെച്ചിട്ട് സൂപ്പർ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.